RMS ടൈറ്റാനിക് മനുഷ്യനിർമ്മിത അത്ഭുതമാണ് ഈ കപ്പൽ. 1912 ഏപ്രിൽ 14 അർദ്ധരാത്രിയിൽ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മറിഞ്ഞ ഈ കപ്പൽ ഇംഗ്ലണ്ടിലെ സൗത്താംപ്ടൺ തുറമുഖത്ത് നിന്ന് അമേരിക്കയിലെ ന്യൂയോർക്ക് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. പുറപ്പെട്ടതിന്റെ 4-ാം പക്കമാണ് കപ്പൽ ദുരന്തമുണ്ടായത്. എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ പ്രദർശനവേളയിൽ നിർമ്മാണ കമ്പനി വൈറ്റ് സ്റ്റാർ ലൈൻ പ്രഖ്യാപിച്ചു, ടൈറ്റാനിക് ദി അൺസിങ്കബിൾ ഷിപ്പ്. ആത്മവിശ്വാസത്തിനും അഹങ്കാരത്തിനും ഇടയിലുള്ള നേർത്ത വിടവിൽ നിന്നുകൊണ്ട് കമ്പനിയുടെ 2ാമത്തെ പ്രഖ്യാപനവും വന്നു. ദൈവത്തിന് പോലും മുക്കുവാൻ കഴിയാത്ത കപ്പൽ എന്നായിരുന്നു ആ പ്രഖ്യാപനം. ലക്ഷങ്ങൾ മുടക്കി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിരുന്നവരിൽ അമേരിക്കൻ വ്യവസായി ജോൺ ജേക്കബ് ആസ്റ്ററും ഭാര്യയും, ഖനന വ്യവസായി ബെഞ്ചമിൻ ഹുഗർ ഉൾപ്പെടെ ഫിലദൽഫിയയിലെ അനേക സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കുടിയേറ്റ സ്വപ്നങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് കുടിയേറ്റക്കാർ അമേരിക്ക സ്വപ്നം കണ്ട് കപ്പലിൽ കയറിയിരുന്നു. ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ ഇല്ലാതിരുന്നതും കടൽ നിരീക്ഷകർക്ക് വേണ്ടത്ര ബൈനോക്കുലർ ഇല്ലാതിരുന്നതും സമ്പത്തിന്റെ കുറവായിരുന്നില്ല, ആത്മവിശ്വാസത്തിന്റെ കൂടുതലായിരുന്നു. ക്യാപ്റ്റൻ എഡ്വേർഡ് ജോൺ സ്മിത്ത് പരിണിതപ്രജ്ഞനായ ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഓഫീസർ വില്യം മർഗും കപ്പൽ നിയന്ത്രണത്തിൽ പുകഴ്പെറ്റ ആളായിരുന്നു. അപകടത്തിൽപ്പെടുന്നതിന് മുമ്പ് 1.5 മണിക്കൂറിനുള്ളിൽ 6 മുന്നറിയിപ്പുകൾ അവർക്ക് ലഭിച്ചു. 5800 കിലോമീറ്റർ നീളം വരുന്ന യാത്രയിൽ 2200-ലധികം യാത്രക്കാർ ഉണ്ടായിരുന്നു. കപ്പലിന്റെ ദിശയിൽ ഒരു കൂറ്റൻ മഞ്ഞുമല ഒഴുകി വരുന്നു എന്നായിരുന്നു മുന്നറിയിപ്പ്. ഉരുക്കുപാളികൾ കൊണ്ട് തീർത്ത 16 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകൾ ഉള്ളതിന്റെ ആത്മവിശ്വാസത്തിൽ മുന്നറിയിപ്പുകളെല്ലാം പരിഗണിക്കപ്പെട്ടില്ല, അവഗണിച്ചു. കപ്പലിന്റെ നേരെ വന്ന മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മറിഞ്ഞ ഈ കപ്പൽ നമുക്ക് തരുന്ന ഒരു പാഠമുണ്ട്. 3500 കൊല്ലം മുമ്പ് വിശുദ്ധ ബൈബിളിൽ മഞ്ഞുമലയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 30-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. വെള്ളം കല്ലുപോലെ ഉറച്ചു പോകുന്നു, ആഴിയുടെ മുഖം കട്ടിയായിത്തീരുന്നു. ദി ഫേസ് ഓഫ് ദ ഡീപ് ഈസ് ഫ്രോസൺ. ഇയ്യോബിന്റെ പുസ്തകം തന്നെ 37:10 വെള്ളത്തിന്റെ വിശാലത ഉറച്ചു പോകുന്നു എന്നും വായിക്കുന്നുണ്ട്. ആഴിയുടെ മുഖം കട്ടിയായി പോകുന്നുവെന്നും വെള്ളം കല്ലുപോലെ ഉറയ്ക്കുമെന്നും ബൈബിൾ അന്നേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കാണുന്നതിനോ ലഭിച്ച മുന്നറിയിപ്പുകൾ സ്വീകരിക്കുന്നതിനോ മടി കാണിച്ചത് നിമിത്തം ഒരു വലിയ ദുരന്തം അവിടെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ നിന്ന് മറ്റൊരു മുന്നറിയിപ്പ് കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. 2 തെസ്സലോനിക്കർ 1:10 ഇങ്ങനെയാണ് വായിക്കുന്നത്: സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി കൊയ്യും. മുന്നറിയിപ്പുകൾ ഗൗരവമായിട്ടെടുക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.